അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ജയം രവി, കീർത്തി സുരേഷ്, അനുപമ പരമേശ്വരൻ, യോഗി ബാബു ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന സൈറൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിന് മാത്രം പോസിറ്റീവ് പറയാനായിട്ടുള്ള സിനിമയൊന്നുമില്ല. ഇതൊരു ആവറേജോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിലും ജയം രവിയുടെ മുമ്പത്തെ സിനിമയായിട്ടുള്ള ഇരവനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻ്റണി ഭാഗ്യരാജാണ്. സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാർ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത് സാം CS. ആക്ഷൻ ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രായ. ഇത്രയും നല്ല ടെക്നിക്കൽ ടീമുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ഇതിലൂടെ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 14 വർഷത്തോളം ജയിലിലായിട്ട് കിടക്കുന്ന തിലകൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അതാണ് ജയം രവിയുടെ ക്യാരക്ടർ. എന്തിന് ജയിലിൽ പോയി, ഇനി 14 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് 14 ദിവസത്തേക്കാണ് വന്നിരിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ കുറച്ച് സസ്പെൻസ് ആൻഡ് ത്രില്ലിംഗ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് കീർത്തി സുരേഷ് വരുന്നത്. ജയം രവിയുടെ ഭാര്യയായിട്ടാണ് അനുപമ പരമേശ്വരൻ വരുന്നത്. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിന് സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ട് എന്ന് പറയുന്നത്. യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ഒരു റിവെഞ്ച് സ്റ്റോറി എന്നുള്ള മോഡലിൽ തന്നെ, പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷൻ രീതികൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്ന സിനിമയായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ കാര്യമായിട്ട് നമ്മൾ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വൗ ഫാക്ടറോ ഒന്നും തന്നെ സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രകടനങ്ങളായിരുന്നു കുറച്ചും കൂടി നന്നായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. കീർത്തി സുരേഷ് ഒരു പോലീസ് വേഷത്തിൽ ചെയ്തിരിക്കുന്ന റോളുകൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ അനുപമ പരമേശ്വരൻ്റെയും ജയം രവിയുടെയും കോമ്പിനേഷൻ സീൻസുകളായിരുന്നു. എസ്പെഷ്യലി അവരുടെ ഒരു സോങ് ഉണ്ട്, അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കുറച്ച് കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കായ പോലെയൊക്കെ തോന്നിയിരുന്നു. യോഗി ബാബു ആസ് യൂഷ്വൽ ചെറിയ കോമഡികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇനി ജയം രവിയുടെ വേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള റോളൊന്നും അല്ലായിരുന്നു, ഉള്ള വേഷം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ പ്രകടനങ്ങളായിരുന്നു കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി തോന്നിയിട്ടുണ്ടായിരുന്നത്. സാം CS-ൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിലും സിനിമയെ ലിഫ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊന്നും അതിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. GV പ്രകാശിൻ്റെ ഒരു സോങ് കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിനിമ അങ്ങനെ കണ്ടിരിക്കാം, ഇതിനപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ടൊന്നും തന്നെ സമ്മാനിക്കുന്നില്ല. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് സൈറൻ എന്ന് പറയുന്ന മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. OTT-ൽ വരുമ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.